ഇബ്നു ഉമർ തങ്ങളുടെ ഖുർആൻ പാരായണത്തെ പറ്റി സഹാബികളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് തിലാവത്തു തദബ്ബുറാണ്. എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ആയത്ത് പാരായണം ചെയ്തു തീർക്കാൻ ചുരുങ്ങിയത് 6 മാസത്തെ സാവകാശം വേണ്ടി വന്നിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഒരായത്ത് ഓതിക്കഴിഞ്ഞ് അടുത്ത ആയത്തിലേക്ക് ആ മഹാനായ പണ്ഡിതൻ, ശ്രേഷ്ഠൻ, ആ സ്വഹാബി പുങ്കവൻ പ്രവേശിക്കാൻ 6 മാസത്തെ സാവകാശവും സമയവും വേണ്ടി വന്നു. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, എങ്ങനെയാണ് ഒട്ടകം പടക്കപ്പെട്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ എന്ന വിശുദ്ധ ഖുർആനിൻ്റെ വേദഗ്രന്ഥത്തിൻ്റെ അമരസൂക്തി അവിടെ നിന്ന് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആയത്തിലേക്ക് അവിടത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇതിൻ്റെ ബാഹ്യതലങ്ങളെയൊക്കെ ചിന്ത കൊണ്ടൊന്ന് സ്പർശിക്കണമെന്ന ഒരു നിർബന്ധ നിഷ്ഠ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഒട്ടകം പടക്കപ്പെട്ടത്? ആ മനുഷ്യൻ ഖുർആൻ അടച്ചു വെച്ചിട്ട് എന്താ അള്ളാഹു ഈ പറഞ്ഞ വിശുദ്ധ വേദഗ്രന്ഥത്തിൻ്റെ ഈ ഒരു സൂക്തത്തിൻ്റെ താല്പര്യം എന്ന് ഒരു കുതുകിയെ പോലെ ആശ്ചര്യത്തോടുകൂടെ അന്വേഷിക്കുകയാണ്. അപ്പം മരുഭൂമിയിൽ മുഴുവൻ ഒട്ടൽ എന്ന് എങ്ങനെയാണ് ഒട്ടകം വിളിക്കപ്പെട്ടത്? അതിൻ്റെ ക്ഷമ, അതിൻ്റെ പാദങ്ങൾ മരുപ്പറമ്പിൻ്റെ സൈകത പുളിനപ്പരപ്പുകളിൽ അത് ഊന്നി വെക്കുമ്പോൾ അത് പൂണ്ടുപോകുന്നില്ല, താഴേക്ക് പതിയുന്നില്ല. അതിന് അനായാസം അതിൻ്റെ ഈ കാലുകളെ ഈ മണൽ തിട്ടകൾ നിറഞ്ഞുപോയ സൈകത പരപ്പിലൂടെ അത് ഓരോന്നോരോ സ്റ്റെപ്പുകൾ എടുത്തു വച്ചിട്ട് അതിൻ്റെ യാത്ര തുടരാൻ അതിന് സാധ്യമാവുകയാണ്. അതിൻ്റെ പൂഞ്ഞ, അതിനകത്തുള്ള വെള്ളത്തിൻ്റെ ശേഖരണം, അതിൻ്റെ നാവിൻ്റെ ബലം, അതിൻ്റെ നാവ് പരുഷമായ പരുത്ത നാവാണ്. അതുകൊണ്ട് കള്ളിമുൾച്ചെടി പോലെയുള്ള നമുക്ക് തൊടാൻ പോലും പ്രയാസകരമാകുന്ന ഇത്തരം വസ്തുക്കളെ അത് അനായാസം വളരെ ലളിതമായിട്ട് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നു, അതിനെ ഭുജിക്കുന്നു. അതിൻ്റെ അധരങ്ങൾ, അതിൻ്റെ ചുണ്ടുകൾ, അതിൻ്റെ മധ്യഭാഗത്തൊരു കീറ് പോലെ ഒരു അടയാളം കാണാൻ സാധിക്കും. അതിൻ്റെ ദന്തനിരകൾ, അതിൻ്റെ പല്ല് അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ഭക്ഷണം ഇല്ലാതെ, പാനീയമില്ലാതെ ആഴ്ചകളോളം അത്യുഷ്ണം പ്രസ്ഫുരിക്കുന്ന മരുഭൂമിയിലൂടെ ഉഷ്ണതരംഗങ്ങളെ വകവെക്കാതെ അതിന് അനായാസം യാത്ര ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ ഒട്ടകം ഒരു സാധാ ജീവിയല്ല. അതിൻ്റെ നിർമ്മാണ വൈഭവം, അതിൻ്റെ ക്ഷമ, അതിൻ്റെ കുഞ്ഞുങ്ങളെ പരിലാളിക്കുന്നത്, അതിൻ്റെ പ്രജനന ശേഷി, അതിൻ്റെ പ്രസവം, അതിൻ്റെ ഭക്ഷണം തേടിയിട്ടുള്ള യാത്ര, അതിൻ്റെ ഇന്ധനക്ഷമത, അതിൻ്റെ ക്ഷമ, അതിൻ്റെ സ്ഥിരത, ഇതൊക്കെ ഒരു വലിയ പാഠമാണ്. അതാണ് അല്ലാഹു തആല ചോദിക്കുന്നത്, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. അപ്പോൾ ജീവോൽപത്തിയെ പറ്റിയും ജന്തുശാസ്ത്രത്തെ പറ്റിയൊക്കെ അന്വേഷണം നടത്താനുള്ള ഒരു ത്വര ഖുർആനിൻ്റെ ഈ പഠിതാവിന് ലഭ്യമാകണം. അങ്ങനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒട്ടകത്തെപ്പറ്റി പഠിച്ചിട്ട് പഠനം പൂർത്തീകരിച്ച് തിരിച്ചു വരുമ്പോഴേക്ക് 6 മാസം സമയമെടുക്കുക. അപ്പം അടുത്ത ആയത്തിലേക്ക് കിടക്കുക. വ ഇലസ്സമാഇ കൈഫ റുഫിഅത്, അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ മധ്യഭാഗത്ത് ഒരു തൂണ് പോലും ഇല്ലാതെ ആകാശമാകുന്ന ഈ ഭൗമമണ്ഡലത്തിൻ്റെ പന്തലിനെ എങ്ങനെയാണ് സംവിധായകനാകുന്ന ഉടമസ്ഥനായ റബ്ബ് തആല നിങ്ങളുടെ മുമ്പിലേക്ക് അനായാസം സംവിധാനം ചെയ്തു തന്നിരിക്കുന്നത്? അപ്പം അതിനെപ്പറ്റി പഠിക്കാൻ നമ്മളിപ്പോൾ ഈ ഹാളിൻ്റെ അകത്തായിരിക്കുന്നത്. എത്ര ബലിഷ്ഠമായ കോൺക്രീറ്റ് തൂണുകൾ, അതിൻ്റെ പാർശ്വഭാഗങ്ങളിൽ എത്ര ബലിഷ്ഠമായ കല്ലുകളെ കൊണ്ട് പണിതുയർത്തിയ ഭദ്രമായ സിമൻറ്റുകളെ കൊണ്ട് ഭദ്രത നൽകപ്പെട്ടിരിക്കുന്ന ഭിത്തികൾ, അതിൻ്റെയൊക്കെ പ്രൗഢിയുടെയും കമനീയതയുടെയും ശക്തി കൊണ്ടാണ് ഈ മുകളിലുള്ള റൂഫ് ടോപ്പ് ഇവിടെ നിലകൊള്ളുന്നത്. അങ്ങനെയെങ്കിൽ ആകാശമാകുന്നൊരു പന്തലിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചോക്ക്. ഇപ്പോൾ ഒരു 4 ദിവസം മുമ്പാണ് കേരളത്തിൻ്റെ ഭൗമമണ്ഡലത്തിൻ്റെ മുകളിലുള്ള വ്യോമമണ്ഡലത്തിലൂടെ നമ്മുടെ സുനിത വില്യംസ് അടക്കമുള്ള വില്യൻ മോർ അടക്കമുള്ള ആളുകളെയും പേറിയിട്ടുള്ള ബഹിരാകാശ സഞ്ചാര പേടകം സഞ്ചാരികളെയും വഹിച്ചിട്ട് കടന്നുപോയത്. അത് കേരളത്തിൻ്റെ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കേരളത്തിൻ്റെ ഭൗമമണ്ഡലത്തിൻ്റെ ഭൂമധ്യരേഖയുടെ മുകളിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ സ്വന്തം മൊബൈൽ ഫോണിലൂടെ അത് അനായാസം നമുക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. അതിൻ്റെ വീഡിയോ ക്ലിപ്പ് അടക്കം പകർത്തിയ ആളുകളുണ്ട്. ബൈനോക്കുലറിലൂടെ അതിനെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കണ്ട ആളുകളുണ്ട്. അതൊരു അത്ഭുതമല്ലേ? ഈ ഹാളിനേക്കാൾ വലിപ്പമുള്ള ഒരു മനുഷ്യനിർമ്മിതമായ പേടകം അമേരിക്കയും റഷ്യയും കാനഡയും ജർമ്മനിയും ഒക്കെ സംയുക്താഭിമുഖ്യത്തിൽ നമ്മുടെ 500 കിലോമീറ്റർ തലക്ക് മുകളിൽ കൊണ്ടുപോയി പല സമയങ്ങളിലായിട്ട് അസംബിൾ ചെയ്ത്
320 അടി നീളമുള്ള, അത്രത്തോളം തന്നെ വീതിയുള്ള വിസ്താരമുള്ള ഒരു വലിയ പേടകം. അതിൻ്റെ പിറകിൽ ഒരു ഭഗീരഥ യത്നമുണ്ട്. അത് 400-450 കിലോമീറ്റർ നമ്മുടെ തലക്ക് മുകളിലൂടെ 4 ദിവസങ്ങൾക്ക് മുമ്പ് സഞ്ചാരം നടത്തിയപ്പോൾ മതമുള്ളവനും മതമില്ലാത്തവനും സർവ്വമതസ്ഥരും ബുദ്ധിജീവികളും കുതുകികളും വിജ്ഞാന അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷികളും ഒക്കെ തന്നെ അതിൻ്റെ പിന്നിലുള്ള ശക്തിയെപ്പറ്റി നിതാന്ത ജാഗ്രതയോടുകൂടെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പം നമ്മൾ അതിൻ്റെയൊക്കെ എത്രയോ പ്രകാശവർഷങ്ങൾക്ക് മുകളിലുള്ള ആകാശഗംഗയെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പം ശാസ്ത്രം എത്രത്തോളം വളരുന്നോ, സയൻസ് എത്രത്തോളം അതിൻ്റെ ഔന്നത്യങ്ങളെ കൈവരിക്കുന്നോ, അത്രമേൽ സാധ്യത വർദ്ധിക്കുന്ന ഒരു അസാമാന്യമായ വേദഗ്രന്ഥത്തിൻ്റെ വക്താക്കളും പ്രയോക്താക്കളുമാണ് നമ്മൾ എന്നുള്ളതാണ് നമ്മളെയൊക്കെ ഏറ്റവും കൂടുതൽ അഭിമാനത്തിൻ്റെ ഒരു മണ്ഡലത്തിലേക്ക് വഴി നടത്തുന്ന ഒരു യാഥാർത്ഥ്യം, ഒരു കാര്യം. അതാണ് ഖുർആൻ. ഖുർആൻ വലിയ അത്ഭുതമല്ലേ? ലോകത്ത് പരീക്ഷണശാലകളിൽ ഒരു പരീക്ഷണം വിജയിക്കുമ്പോൾ ഖുർആനിൻ്റെ സാധ്യതയാണ് അരങ്ങുണരുന്നത്. അതിൻ്റെ സാധ്യതയിലേക്ക് ലോകം ഇങ്ങനെ കടന്നു വരികയാണ്. അതുകൊണ്ട് ഓരോ ഖുർആനിൻ്റെ ആയത്തുകളും ഓരോ ആളുകൾക്കും ഓരോ വെളിച്ചമാണ്. ഓരോ ആളുകൾക്കും ഓരോ തരത്തിലുള്ള വെളിച്ചമാണ് കൊടുക്കുന്നത്. ഇപ്പോൾ മനുഷ്യനെ പോലെ ജീവിക്കുന്ന ഒരു ജനുസാണ് ഈത്തപ്പഴങ്ങൾ, ഈത്തപ്പനകൾ. അതിൻ്റെ ഇടയിൽ മെയിലുണ്ട്, അതിൻ്റെ ഇടയിൽ ഫീമെയിലുണ്ട്. സൂറത്തുൽ ഖിയാമയിൽ അല്ലാഹു പറയുന്നുണ്ട്, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. ആ പരിശുദ്ധമായിരിക്കുന്ന ഖുർആനിൻ്റെ വേദസൂക്തികളിലൂടെ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടന്നു. അപ്പം മനസ്സിലായി, ഓരോ മനുഷ്യനും കൈവിരലിൻ്റെ രേഖകൾ ഒരാളിൽ നിന്ന് മറ്റൊരാളുടേത് വ്യതിരിക്തമാണ്, വളരെ വ്യത്യസ്തമാണ്. വളരെ അന്തരങ്ങൾ ഓരോരുത്തരുടേതും വെച്ചു പുലർത്തുന്നുണ്ട്. ഒരു സമയം ഒരു മാതാവിൻ്റെ യൂട്രസിൽ കിടന്ന ട്വിൻസ്, ഇരട്ടക്കുട്ടികൾ, ആ ഇരട്ടക്കുട്ടികൾ ഒരു മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഒരാളുടേത് മറ്റൊരാളുടേതിൽ നിന്ന് വളരെ ഭിന്നമാണ് കൈരേഖ. അങ്ങനെ ലോകത്ത് മരിച്ചുപോയ ആളുകളുടേത് ഓരോരുത്തരുടെയും വ്യതിരിക്തം, ഇന്ന് ജീവിച്ചിരിക്കുന്ന പരശതം കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടേത് വ്യതിരിക്തം. ഇനി ഖിയാമത്ത് നാൾ 1-ാം തീയതി വരെ ഇവരുടെ ജന്മമെടുക്കാനുള്ള ആളുകളുടേത് വ്യതിരിക്തം. എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ കൈയിൻ്റെ മുകൾ ഭാഗത്തുള്ള രേഖ ഒരാളുടേത് മറ്റൊരാളുടേതിൽ നിന്ന് വ്യത്യസ്തം എന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ ഉൽപ്പത്തി മുതൽ അന്ത്യനാൾ വരെയുള്ള മുഴുവൻ ആളുകളുടേതും ഒരാളുടേതിൽ നിന്ന് മറ്റൊരാളുടേത് വ്യത്യസ്തം. അതേത് ഇത്രയും ചെറിയ ഒരു മൈന്യൂട്ട് സ്ഥലത്താണ് അല്ലാഹു തആലയാകുന്ന കലാകാരൻ്റെ ഈ കലാചാരുത അല്ലെങ്കിൽ അതിൻ്റെ വൈഭവം നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണല്ലോ കൈരേഖാശാസ്ത്രം ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ ഒരു ATM കവർച്ച നടന്നാൽ അല്ലെങ്കിൽ ഒരു ബാങ്ക് കൊള്ള നടന്നാൽ നേരെ വന്നിട്ട് കൈരേഖ വിദഗ്ധ ആളുകൾ, വിരലടയാള വിദഗ്ധരായിരിക്കുന്ന ആളുകൾ അവരുടെ മാപ്പിനികളും ലെൻസുമായിട്ട് ആ പറയപ്പെട്ട സ്ഥലത്തേക്ക് വരുന്നു. എന്നിട്ട് ഈ പ്രതിയുടെ കൈരേഖ പതിഞ്ഞ സ്ഥലങ്ങളെയൊക്കെ തന്നെ ഒപ്പിയെടുക്കാൻ. കാരണം എന്താണ്? ഈ രേഖയുടെ വക്താവ് ഒരാളെ ആലം ദുനിയാവിലുള്ളൂ, ഈ രേഖയുള്ള ഒരാളെ ഈ ലോകത്തുള്ളൂ. അത് മരിച്ചുപോയവരിലുമില്ല, ഇനി വരാനിരിക്കുന്നവരിലും ഈ സമാന രേഖയുള്ള ഒരു വ്യക്തി ഇല്ല. ആ ശാസ്ത്രശാഖ വളർന്ന് വികസിച്ച് അതിൻ്റെ അത്യുന്നതങ്ങളിൽ വികാസം പ്രാപിച്ചു നിൽക്കുന്ന ഈ 2025-ാം ആണ്ടിൻ്റെ മുറ്റത്ത് അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ. മനുഷ്യ, നീ മരിച്ചു മണ്ണായി പോയാൽ നിന്നെ പുനരുദ്ധാനം നടത്തുന്ന നേരത്ത്, നിനക്ക് പുനരുജ്ജീവനം നടത്തുന്ന ബഅസുനുശൂറിൻ്റെ സമയത്ത് നിന്റെ മരിച്ചു മണ്ണായിപ്പോയ മൂടുകല്ലിൻ്റെ ചോട്ടിൽ കിടക്കുന്ന നിന്റെ ഇളാം, നിന്റെ അസ്ഥി ഒരുമിച്ച് കൂട്ടാൻ നിന്റെ തമ്പുരാന് സാധ്യമല്ല എന്ന് നാസ്തികവാദികളുടെ കൂടെ നിന്നിട്ട് നീയും വാദിക്കുന്നുണ്ടോ? ബല, എന്നാൽ കാര്യം അങ്ങനെയല്ല. ഖാദിരീന, നിന്റെ റബ്ബിന് സാധ്യമാണ്. അല അൻ നുസവ്വിയ ബനാന, നിന്റെ എല്ല് പോയിട്ട് നിന്റെ ഈ തമ്പ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന നമ്മുടെ വിരൽ തുമ്പുണ്ടല്ലോ, ആ ബനാനയെ, ഈ വിരൽ തുമ്പിനെ ശരിപ്പെടുത്തി കൊടുക്കാൻ നിന്റെ തമ്പുരാന് സാധ്യമാണ്. നോക്കൂ നിങ്ങൾ,
ആ ആയത്തിനെ പുതിയ ശാസ്ത്രീയ മാനങ്ങളോടുകൂടെ ബുദ്ധിജീവികൾ വിശദമായും വ്യാഖ്യാനം നടത്തിയപ്പോൾ അവിടെ കണ്ടെത്താൻ നമുക്ക് സാധ്യമാവാൻ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആനിൻ്റെ സാധ്യത വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു തിലാവത്തുൽ ഖുർആൻ നടത്തിക്കഴിഞ്ഞാൽ ഇബ്നു ഉമർ തങ്ങൾ നടത്തിയ പോലെ തിലാവത്തു തദബ്ബുർ, എന്താണ് ഈ പറഞ്ഞ കാര്യം? ഒരു വിദ്യാർത്ഥി ബൗദ്ധികമായും അത്യുന്നതങ്ങളിലേക്കുള്ള സാധ്യതകളൊക്കെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മളുള്ളത്. അതുകൊണ്ട് വിജ്ഞാനങ്ങൾ അത് കുമാർഗത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കരുനാഗപ്പള്ളിയിൽ കുഞ്ഞുമോൾ എന്ന് പറയുന്ന 49 വയസ്സുള്ള അർബുദ രോഗിയായ ഒരു മാതാവിനെ ഒരു സ്വിഫ്റ്റ് കാർ വന്ന് ഇടിച്ചിട്ട് ഹമ്പ് കയറ്റും പോലെ ആ മാതാവിൻ്റെ ശരീരത്തിൻ്റെ മുകളിലൂടെ വീണ് കിടക്കുന്ന ആ വന്യവയോധികയായ മാതാവിൻ്റെ ശരീരത്തിൽ മധ്യവയസ്കയായ ആ ഉമ്മാൻ്റെ ശരീരത്തിലൂടെ അത് കയറ്റി ആ മാതാവിനെ കൊലപ്പെടുത്തി. അത് വേണമെങ്കിൽ ഒരു മുൻകൂട്ടി തയ്യാറാക്കിയ കൊലപാതകം എന്ന അർത്ഥത്തിലും പറഞ്ഞു പോവാം. അതിൽ പ്രതിസ്ഥാനത്ത് നിന്നത് ഒരു മുസ്ലിം ചെറുപ്പക്കാരനാണ്. അപ്പുറത്തുണ്ടായിരുന്നത് ഡോക്ടർ ശ്രീകുട്ടിയാണ്, അല്ലേ? ഒരു ക്ലിനിക്കിൽ ഗൈനക്കോളജി വിദഗ്ധയായ ഒരു ഡോക്ടറാണ്. രണ്ടുപേരുടെയും രക്തസാമ്പിൾ എടുത്ത് പരിശോധിക്കുമ്പോൾ പോലീസ് പറയാണ് ലഹരിയുടെ അംശങ്ങൾ അവരുടെ രക്തത്തിൽ കലർന്നിട്ടുണ്ട്, അത് കണ്ടെത്താൻ സാധ്യമായിട്ടുണ്ട്. നേരത്തെ ഇവിടെ കേഡൽ ജിൻസന്റെ കഥ സ്വാഗത ഭാഷണത്തിലൂടെ ഉസ്താദ് അവറുകൾ സൂചിപ്പിക്കുകയുണ്ടായി. ആസ്ട്രൽ പ്രൊജക്ഷൻ, നമ്മുടെ തിരുവനന്തപുരം സ്വദേശിയാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് എൻജിനീയറിംഗ് കഴിഞ്ഞ് ബിരുദാനന്തര ബിരുദം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വന്ന ഒരു പ്രബുദ്ധനായ മലയാളി യുവാവാണ്. ആ യുവാവിന് തൻ്റെ മസ്തകങ്ങളിൽ നാഥനായ തമ്പുരാൻ സന്നിവേശിപ്പിച്ചു കൊടുത്ത വൈജ്ഞാനിക കൗതുകങ്ങളെ കൊണ്ട് എന്തൊക്കെ കൺസ്ട്രക്റ്റീവായ കാര്യങ്ങൾ ഈ ലോകത്ത് ചെയ്യാമായിരുന്നു. പക്ഷേ അന്ധവിശ്വാസത്തിൻ്റെ പിറകെ പോയിട്ട് സ്വന്തം അമ്മയെ കൊന്ന്, അച്ഛനെ കൊന്ന്, പെങ്ങളെ കൊന്ന്, അങ്ങനെ ബന്ധുക്കളിൽപ്പെട്ട 5 ആളുകളെ കൊലപ്പെടുത്തിയിട്ട് ഇന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിൽ മാനസിക നില തകരാറായിട്ട് കിടക്കുന്ന ഒരു യുവാവിനെയാണ് കേഡൽ ജിൻസണിലൂടെ വർത്തമാന മലയാളി കണ്ടെത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ വായിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കൂ, അപ്പോൾ വിജ്ഞാനങ്ങളുടെ വിനിമയം എന്താവണം എന്ന് പഠിപ്പിക്കുന്നൊരു വേദഗ്രന്ഥത്തിൻ്റെ തിരുമുറ്റത്ത് അതിൻ്റെ പഠിതാക്കൾ ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശം സർവമതസ്ഥർക്കും ഉപയുക്തമാകുന്ന, ഗുണകരമാകുന്ന, നിർമ്മാണാത്മകമായിരിക്കുന്ന, പുരോഗമനാത്മകമായിരിക്കുന്ന ഒരു സന്ദേശമാണ്. ആ സന്ദേശത്തിൻ്റെ തിരുമുറ്റത്താണ് നമ്മളുള്ളത്. ഇന്നത്തെ പത്രങ്ങൾ മുഴുവൻ പ്രസിദ്ധീകരിച്ച, നമ്മളെയൊക്കെ വേപ്പതുവിലേക്ക് കൊണ്ടുപോകുന്ന, നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇന്നലെ തൃശ്ശൂർ ജില്ലയിൽ നടന്ന ഒരു ബൈക്കിൽ യാത്ര ചെയ്യുന്നു, വെജിറ്റബിൾ ഹോൾസെയിലായിട്ട് കച്ചവടം നടത്തുന്ന ഒരു മനുഷ്യൻ മുതലാളിയുടെ അടുക്കലേക്ക് ആ കടയുടെ മാനേജർ ക്യാഷ് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ബൈക്കിൽ യാത്ര ചെയ്യുന്ന ആ സഹോദരനെ ഫോളോ ചെയ്ത് പിന്നിൽ നിന്ന് കുത്തി അദ്ദേഹത്തെ വീഴ്ത്തി അദ്ദേഹത്തിൻ്റെ സഞ്ചിയിലുണ്ടായിരുന്ന 22 ലക്ഷം രൂപ അപഹരിച്ച ആളുകളുടെ കൂട്ടത്തിൽ അവിടെ മുൻപ് ആ കടയിൽ ജോലി ചെയ്തിരുന്ന അതിൻ്റെ മാനേജറുടെ ഡ്രൈവർ ഉണ്ടായിരുന്നു. അപ്പം എങ്ങനെ ഈ ഡ്രൈവറുടെ കൂടെ ഈ ബാക്കിയുള്ള 8 പ്രതികൾ കടന്നു വന്നത്? അതിലൊരു സ്ത്രീ പോലും ഉണ്ട്. അവർ മറ്റൊരു കേസിൽ അകപ്പെട്ടിട്ട് സെൻട്രൽ ജയിലിൽ കിടന്ന ആളുകളാണ്. ആ ജയിലിൽ വെച്ച് ഇവർ പരസ്പരം പരിചയപ്പെടുന്നു. അവിടെ വെച്ച് ഭാവിയിൽ തയ്യാറാക്കേണ്ട കാര്യങ്ങളെ അവർ കൂലങ്കഷമായിട്ട് ചർച്ച ചെയ്യുന്നു. ആ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ഇന്നലെ ചുരുളടിഞ്ഞു വന്ന ഈ ഭീകരമായിരിക്കുന്ന 22 ലക്ഷം രൂപയുടെ മോഷണം എന്ന് പറയുന്നത്. അപ്പോൾ കൽബ് നന്നായി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാളുടെ ഹൃദയം മോശമായി കഴിഞ്ഞാൽ അദ്ദേഹം എപ്പോഴും ഫോളോ ചെയ്യുന്നത് ആ മോശമായ ആളുകളെ ക്യാൻവാസ് ചെയ്തിട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് സ്റ്റൈല്. എന്നാൽ ഹൃദയം നന്നായ വേറെ കുറേ ആളുകളുണ്ട്. അവരെന്ത് ചെയ്യുന്നു? അവരൊരു 3 ആൾ കൂടുമ്പോൾ അവരിൽ രൂപപ്പെടുന്നത് ഖുർആനിൻ്റെ മത്സരങ്ങളായിരിക്കും. ഖുർആനിൻ്റെ പഠിതാക്കളെ എങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ള ആശയങ്ങളായിരിക്കും. അതുകൊണ്ടാണ് എപ്പോഴും നമ്മുടെ തസ്കിയത്ത് നമ്മുടെ കയ്യിലാണ് എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. അള്ളാഹു ഒരുപാട് പ്രപഞ്ച പ്രതിഭാസങ്ങളെ സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് ഈ സത്യം നമ്മളെ ബോധവൽക്കരിക്കുന്നത്. വശംസി വളുഹാഹാ വൽഖമരി ഇദാ തലാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ വല്ലൈലി ഇദാ യഗ്ശാഹാ വസ്സമാഇ വമാ ബനാഹാ വൽഅർളി വമാ ത്വഹാഹാ വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ.
ശംസ് പറഞ്ഞു, ഖമർ പറഞ്ഞു, ലൈല് പറഞ്ഞു, നഹാറ് പറഞ്ഞു, സമാ പറഞ്ഞു, അർള് പറഞ്ഞു, അല്ലേ? ഒരു ലോകത്തെ എല്ലാ പ്രതിഭാസങ്ങളെയും പറഞ്ഞിട്ട് അള്ളാഹു പിന്നെ നമ്മളെ എത്തിക്കുന്നത് എങ്ങോട്ടാണ്? വനഫ്സിം വമാ സവ്വാഹ. നിങ്ങളുടെ ശരീരത്തെയും ആ ശരീരഘടനയെ ശരിപ്പെടുത്തി തന്ന നാഥനെയും നമ്മൾ സത്യം പറയാൻ. എന്നിട്ട് ആ നഫ്സിനെ, ആ നഫ്സിന്റെ തിന്മയെയും നന്മയെയും അള്ളാഹു തോന്നിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയാൻ ഖദ് അഫ്ലഹ മൻ സക്കാഹ. അതിനെ തസ്കിയത്ത് നടത്തിയ ആളുകൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. വഖദ് ഖാബ മൻ ദസ്സാഹ. അതിന്റെ വഴിക്ക് ദേഹേച്ഛകളിലേക്ക് അതിനെ വലിച്ചിഴച്ച ആളുകൾ രണ്ടു ലോകത്തും പരാജയപ്പെട്ടിരിക്കുകയാണ്. അതാണ് ഖുർആൻ നമ്മുടെ മുമ്പിൽ ജയിക്കാനുള്ള എല്ലാ സാധ്യതകളെയും തന്നിരിക്കുകയാണ്. അത് തന്ന ഒരു വേദഗ്രന്ഥത്തിൻ്റെ മുറ്റത്താണ് നമ്മളെല്ലാവരും ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ നോക്ക്, നിങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ തന്നെ നമ്മളോട് പറയുന്നുണ്ട്, ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫ്. നിങ്ങളൊരാൾ അലിഫ് ലാം മീം എന്ന് ഓതിക്കഴിഞ്ഞാൽ അത് ഒരക്ഷരമാണ് എന്നൊരിക്കലും ഞാൻ നിങ്ങളോട് പറയൂല. വലാകിൻ അലിഫുൻ ഹർഫുൻ. അലിഫ് ഒരക്ഷരമാണ്. വലാമുൻ ഹർഫുൻ. ലാം രണ്ടാമതൊരക്ഷരമാണ്. വമീമുൻ ഹർഫുൻ. മീം മൂന്നാമതൊരക്ഷരമാണ്. അപ്പോൾ ഒരാൾ അലിഫ് ലാം മീം എന്ന് ഓതിക്കഴിഞ്ഞാൽ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്ത ആൾക്ക് അല്ലാഹു തആല കൊടുക്കുന്നത് 10 ഹസനത്ത് കൂലിയാണ്. അപ്പോൾ അലിഫ് ലാം മീം എന്ന് ഓതിക്കഴിഞ്ഞ ആൾക്ക് അള്ളാഹു 30 കൂലി കൊടുത്തു എന്നർത്ഥം. നോക്കൂ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഒരു ജുസ് ഓതിയ മനുഷ്യൻ അല്ലാഹു തആല കൊടുക്കുന്ന പുണ്യം എത്രയാണ്? ഒരു ജുസ്ഇൻ്റെ അകത്ത് 7000 അക്ഷരങ്ങളുള്ളത്. പരിശുദ്ധ ഖുർആനിൻ്റെ ഈ ജുസ് ആയിട്ട് അതിൻ്റെ വിഭജന ശാസ്ത്രം കൊണ്ടുവന്നത് അള്ളാഹിൻ്റെ റസൂലിൻ്റെ കാലത്ത് പരിശുദ്ധ റസൂലല്ല സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, സ്വഹാബികളല്ല, താബിഈങ്ങൾ പോലുമല്ല. ഹബീബായ നബി തങ്ങളുടെ കാലത്ത് ഖുർആൻ ജുസാക്കി തിരിച്ചിട്ടില്ലല്ലോ, സ്വഹാബത്തിൻ്റെ കാലത്തില്ലല്ലോ. അന്ന് റാൻഡം ടൈപ്പിൽ ഓതിപ്പോവാൻ. പിന്നെ ആരുടെ കാലത്താണ്? താബീങ്ങളുടെ യുഗവും കഴിഞ്ഞ് ഹജ്ജാജ് ബിൻ യൂസുഫിൻ്റെ കാലത്താണ്. ഹജ്ജാജ് ബിൻ യൂസുഫ് ഒരുപാട് ആക്രമണ വാസനയുണ്ടായിരുന്ന ഒരാളാണ്. അങ്ങനെ ഒരുപാട് പ്രക്ഷുബ്ധമായിരിക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് കുപ്രസിദ്ധി നേടിയ ആളൊക്കെ തന്നെയാണ്. പക്ഷെ അദ്ദേഹം ചെയ്തൊരു നന്മണ്ട്. അന്നത്തെ കാലത്ത് അദ്ദേഹം ഖുർആനിൽ താല്പര്യപ്പെട്ടിട്ട് അത് പാരായണം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഖുർആന് ഓതാൻ ഒരു രീതിശാസ്ത്രം വേണം എന്നൊരു ശാഠ്യം വരികയും അന്നത്തെ ഖുർആനിൻ്റെ ദൈക്ഷണിക പ്രാവീണ്യമുള്ള ദിഷണാശാലികളായ ഖുർആൻ പഠിതാക്കളെയും പണ്ഡിതന്മാരെയും തൻ്റെ കൊട്ടാര വളപ്പിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്യാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അക്ഷീണ പ്രയത്നം നടത്തിയിട്ട് പരിശുദ്ധ ഖുർആനിനെ ഓരോ ഭാഗങ്ങളായിട്ട് ഖണ്ഡിക്കണം. അങ്ങനെയാണ് അന്നത്തെ പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇരുന്നിട്ട് 7000 അക്ഷരങ്ങളുള്ള ജുസ്കളായിട്ട് ഖുർആനിനെ വിഭജനം നടത്തുന്നത്, ഭാഗിക്കുന്നത്. ഇങ്ങനെ 30 ജുസ്. അപ്പോൾ അതൊരു ബിദ്അത്തുൻ ഹസനയാണ്, അതൊരു നല്ല ബിദ്അത്താണ്. റസൂലുള്ളാഹി ചെയ്തോ സഹാബത്ത് ചെയ്തോ എന്നുള്ളത് ഇന്നത്തെ പുത്തൻവാദക്കാർ പോലും ആ വിഷയത്തിൽ ചോദിക്കുന്നില്ല. പിന്നെ ഖുർആനിൻ്റെ ജുസ് നോക്കിയിട്ട് നമ്മളതിൻ്റെ പാരായണ ശാസ്ത്രങ്ങളിലൂടെ കടന്നു പോവുക ചെയ്യുന്നത്. അപ്പോൾ 7000 അക്ഷരം ഒരു ജുസ്ഇലുണ്ട്. ഒരു ജുസ് ആവറേജ് അറബി വായിക്കാൻ കഴിയുന്ന ഒരാൾക്ക് ഓതി തീർക്കാൻ 20-25 മിനിറ്റ് മതി എന്നർത്ഥം. അപ്പോൾ 25 മിനിറ്റ് കൊണ്ട് നമ്മൾ 7000 അക്ഷരങ്ങളെ, അള്ളാഹുവിൻ്റെ അസലിയായ കലാമിനെ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അയാൾ റമദാനേതര മാസത്തിൽ തന്നെ 70,000 പുണ്യം 25 മിനിറ്റ് കൊണ്ട് നേടിയെടുത്തു എന്നർത്ഥം. ഒരു മാസത്തിൽ അല്ലാഹു തആല നമുക്ക് തന്ന മണിക്കൂർ 720 മണിക്കൂറാണ്. ഇനി ഉറങ്ങാനും പ്രാഥമികമായ മറ്റു കാര്യങ്ങൾ നിർവഹിക്കാനും ഡെയിലി റുട്ടീൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു 8 മണിക്കൂറിനെ ദിവസം മാറ്റിവെച്ചാൽ തന്നെ ഒരു മാസത്തിൽ നമുക്ക് അതെല്ലാം കഴിച്ചിട്ട് 480 മണിക്കൂർ നമ്മുടെ കയ്യിലുണ്ട്. ഒരു ജുസ് ഓതാനോ വെറും 25 മിനിറ്റ് നമുക്ക് മതി എന്നർത്ഥം. നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു സത്യം, ഹിർമാനുൻ നിഅമ. ഒരു മനുഷ്യൻ്റെ കൽബിൽ ദോഷത്തിൻ്റെ ബ്ലാക്ക് മോൾസ്, പുഴുക്കുത്തുകൾ, പാപക്കറകൾ പുരണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം ഹിർമാനുൻ നിഅമ, നിഅമത്തുകൾ ചെയ്യാനുള്ള സാധ്യതയുടെ വാതിലുകൾ നമ്മുടെ മുമ്പിൽ വിധി വന്നിട്ട് കൊട്ടിയടക്കുന്നതാണ്. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ വന്നിട്ട് ഒരാൾ പറയുന്നുണ്ട്, പ്രിയപ്പെട്ട ഹസനുൽ ബസ്രി തങ്ങളെ,
എൻ്റെ അയൽവാസികളൊക്കെ തഹജ്ജുദ് നിസ്കാരത്തിന് വേണ്ടി എണീക്കുന്നത്, അതിൻ്റെ ശബ്ദങ്ങളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. അവരുടെ വീട്ടിൻ്റെ തിണ്ണയുടെ പുറത്ത് വെച്ചിരിക്കുന്ന മൺപാത്രങ്ങളിൽ നിന്ന് അവർ അംഗസ്നാനം ചെയ്യുന്നതിൻ്റെ ശബ്ദം രാത്രി, അർദ്ധരാത്രി, നിശയുടെ നിശബ്ദതയിൽ ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ എൻ്റെ പരിസരവാസികളൊക്കെ തഹജ്ജുദ് നിസ്കരിക്കുന്ന നേരത്ത് ഞാൻ ഉണർന്നിരിക്കാറുണ്ട്. പക്ഷേ എനിക്ക് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയാറില്ല. എന്താ അതിൻ്റെ കാരണം എന്ന് ചോദിച്ചപ്പോൾ ഹസനുൽ ബസ്രി തങ്ങൾ ഈ സാധാരണക്കാരനായ മനുഷ്യനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഹബസത്ക ദുനൂബ്, നിന്റെ കൽബിൽ വന്ന് അടിഞ്ഞിരിക്കുന്ന പാപത്തിൻ്റെ പുഴുക്കുത്തുകൾ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നതിൽ നിന്ന് നിന്നെ ബന്ധനസ്ഥനാക്കിയിരിക്കുന്നു, നിന്നെ തടഞ്ഞിരിക്കുന്നു. നമ്മളെ പല കാര്യങ്ങളിലേക്കും നമുക്ക് ആക്സസ് ഉള്ളൊരു ലോകമാണ് ഇന്നത്തെ ലോകം. അങ്ങനെയാണല്ലോ, എല്ലാ സാധ്യതകളുടെ വാതിലുകളും തുറക്കപ്പെട്ടിരിക്കാൻ. പഴയ കാലത്ത് 10 ഏക്കർ ഭൂമിയുള്ള ഒരാളായിരുന്നു സമ്പന്നൻ, അല്ലെങ്കിൽ ജന്മി, അല്ലെങ്കിൽ മുതലാളി എന്നൊക്കെ പറയുന്നത്. ഇന്നങ്ങനെയില്ല. കണിയാപുരത്തുനിന്ന് കഴക്കൂട്ടത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഇടതും വലതുമായിട്ട് കാണുന്നത് കിംഫ്ര, ടെക്നോ പാർക്ക്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ മേഖലകൾ, IT-യുടെ, വ്യവസായത്തിൻ്റെ പുതിയ സാധ്യതകളുടെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാങ്കേതിക വിപ്ലവങ്ങളുടെ ചെറിയ ചെറിയ ഇടങ്ങളെയാണ്. അതുകൊണ്ട് കിംഫ്രയിലോ ടെക്നോ പാർക്കിലോ അവിടുത്തെ സൈബർ സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിൽ ഒരു ഇത്തിരി പോകുന്ന സ്പേസ് ഉള്ള ആളാണ് ഇന്നത്തെ ശതകോടീശ്വരൻ, അല്ലെങ്കിൽ ഇന്നത്തെ ജന്മി എന്ന് പറയുന്നത്. 10 ഏക്കറുള്ളൊരു മനുഷ്യനല്ല. ലോകം അത്രമേൽ സാങ്കേതിക തികവിൻ്റെ പുതിയ സഞ്ചാരമണ്ഡലങ്ങളുടെ വഴി തുറന്നിരിക്കുകയാണ്. എല്ലാം ഓട്ടോമേഷൻ. അതുകൊണ്ട് അലക്സ ഭരിക്കുന്ന, സിരി ഭരിക്കുന്ന, ഇപ്പം ശുഭ്രവസ്ത്രധാരികളായ വിദ്യാർത്ഥികളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പം അതുപോലെയുള്ള ഒരു സ്ഥാപനത്തിൽ ഞാൻ കഴിഞ്ഞ റബീ ഫെസ്റ്റിന് ഗസ്റ്റായിട്ട് പങ്കെടുത്തപ്പോൾ ആ സ്ഥാപനത്തിലെ മത്സരാർത്ഥികളുടെ മത്സരത്തിൻ്റെ ഗ്രൂപ്പിൻ്റെ പേര് മതസ്ഥാപനത്തിലെ മതഭൗതിക സമന്വയ കലാലയത്തിലെ ഈ പ്രാവശ്യത്തെ റബീഉൽ അവ്വലിൻ്റെ ഭാഗമായിട്ട് ആ കുട്ടികൾ നടത്തുന്ന സർഗപ്രതിഭകളുടെ സർഗോത്സവത്തിൻ്റെ അവരുടെ പരസ്പര ഗ്രൂപ്പുകൾ തമ്മിലുള്ള പ്രതിഭാ പോരാട്ടത്തിൻ്റെ പേരുകൾ എന്നെ വളരെ അമ്പരപ്പിച്ചു. കലൈ എന്നായിരുന്നു. കലൈ, മലയാളത്തിൽ കല, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കല എന്നതിൻ്റെ കൂടെ AI. അപ്പം നമ്മൾ വിചാരിക്കും തമിഴിൽ കലക്ക് കലൈ എന്നാണല്ലോ പറയാറുള്ളത്. അല്ല, പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാലത്തെ കല, AI യുഗത്തിലെ കല, അതാണ് കലൈ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ പേര് അലക്സ എന്നാണ്, മറ്റൊരു ഗ്രൂപ്പിൻ്റെ പേര് സ്പെക്ട്ര എന്നാണ്, മറ്റൊരു ഗ്രൂപ്പിൻ്റെ പേര് സിരി എന്നാണ്. എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനവും ആ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ലോകത്തോട് പറയാതെ പറയുന്ന ഒരു സാങ്കേതികതയുടെ കഥയുണ്ട്. അതെന്താണ്? നാം ഈ ജീവിക്കുന്നത്, നാം മുത്തഅല്ലിമീങ്ങൾ ജീവിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്താണ്. അലക്സ ഭരിക്കുന്ന വീടുള്ള യുഗത്തിലാണ്, സിരി ഭരിക്കുന്ന വീടുള്ള യുഗത്തിലാണ്. ഞാൻ ഇപ്പോൾ അടുത്തൊരു പരസ്യ ബോർഡ് കണ്ടു. മതി തള്ളിയത് എന്നായിരുന്നു ആ പരസ്യ ബോർഡിലുണ്ടായിരുന്ന പ്രധാന ശീർഷകം. എന്താണ്? പുതിയ ലോകത്തെ ഭാഷ അങ്ങനെയാണ്. നേരത്തെ പറഞ്ഞു, ഇവിടെ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ ഈ കഴിഞ്ഞ വർഷം കണ്ടെത്തിയ വാക്ക് ഒരു സാംസ്കാരിക പ്രസരണത്തെ കൂടി സൂചിപ്പിക്കുന്നതാണ്. എന്നാൽ ഈ കഴിഞ്ഞ വർഷം 2024 അസ്തമിക്കുന്നതിൻ്റെ 2025 മിഴി തുറക്കുന്നതിൻ്റെ കൃത്യം ഒരാഴ്ച മുമ്പ് മലയാളക്കരയിൽ ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള ദിനപത്രമായ മലയാള മനോരമ ഒരു പുതിയ സെൻസസ് വെച്ചു മലയാളികളുടെ മുമ്പിലേക്ക്. പ്രിയപ്പെട്ട അഭിനവ മലയാളികളെ, ഞങ്ങൾ ഈ കഴിഞ്ഞ 2024 വിട പറയുന്നതിൻ്റെ മുൻപ് 2024 ശബ്ദധാരാവരിയിലൊന്നും ഇടം പിടിക്കാത്ത മലയാളി രൂപപ്പെടുത്തിയ പുതിയ വാക്ക്, മലയാളി കണ്ടെത്തിയ, മലയാളി ഏറ്റവും കൂടുതൽ പ്രയോഗിച്ച പുതിയ വാക്ക് ഏത് എന്ന് ഞങ്ങൾ തേടുകയാണ്. നിങ്ങൾ വോട്ട് ചെയ്യണം. ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞെടുത്ത വാക്ക് ഏതായിരുന്നു എന്ന് ഈ കഴിഞ്ഞ ഡിസംബർ 31 പ്രസിദ്ധീകൃതമായ അതേ പത്രത്തിൻ്റെ മുഖപ്രസംഗത്തിലുണ്ടായിരുന്നു, എഡിറ്റോറിയൽ പേജിലുണ്ടായിരുന്നു. ഏതാണ് ആ വാക്ക്? തന്ത വൈബ് എന്നായിരുന്നു. ഈ വൈബ് എന്ന് നമ്മൾ പറയാറുള്ളത് പോസിറ്റിവിറ്റിയെ സൂചിപ്പിക്കാനാണ്. മഴ പെയ്യുമ്പോൾ കടലിലേക്ക് നോക്കി നിൽക്കുന്നത് ഒരു വൈബാണ്. ഡിസംബറിൻ്റെ ജനുവരിയുടെ മഞ്ഞു പുതച്ച പ്രഭാതങ്ങളിൽ സൈക്കിളിൽ സവാരി ചെയ്യുന്നത് എനിക്കൊരു വൈബാണ്. മുല്ലപ്പൂവിൻ്റെ മൊട്ട് നാസാരന്ധ്രത്തോട് ചേർത്ത് നിർത്തുന്നത് എനിക്കൊരു വൈബാണ്. അങ്ങനെ പല വൈബുകളും പല ആളുകളും പറയാറുണ്ട്. പക്ഷെ നോക്കൂ നിങ്ങൾ, ഏറ്റവും വലിയ നെഗറ്റീവ് ഫീലിംഗ് കൊടുക്കുന്ന
പോസിറ്റീവിൻ്റെ ഒരു ഭാഷ. അതായിരുന്നു തന്ത വൈബ് എന്ന് പറഞ്ഞാൽ ഒരു 45 പിന്നിട്ട ആളുകളെയൊക്കെ 20ൻ്റെ താഴെയുള്ള ആളുകൾക്ക് ഉൾക്കൊള്ളാനുള്ള മനപ്രയാസത്തിൽ നിന്ന് ഉത്ഭൂതമായി തീർന്നൊരു വാക്കാണ് ഈ ഒരു വാക്ക്. ആ വാക്കാണ് കേരളം തെരഞ്ഞെടുത്ത 2024 പുതിയ വാക്ക്. അപ്പം ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ പുതിയ തലമുറ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ പരിപ്രേക്ഷ്യം ഏത് അളവുകോലിലാണ് ഞാനും നിങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ടത്? ഓൾഡ് സ്കൂൾ തോട്ട്സ്. പുതിയ ഒരാൾ, ഒരു 40 പിന്നിട്ട ഒരാൾ എന്തെങ്കിലും ഒരു ചിന്ത പുതിയ തലമുറയുടെ മുമ്പിൽ പങ്കുവെക്കുമ്പോൾ പുതിയ കുട്ടികൾ പറയുന്ന വാക്കുണ്ട്, അത് ഓൾഡ് സ്കൂൾ തോട്ട്സാണ്, അത് വൈബില്ലാത്തവരുടെ ഭാഷയാണ്. ആ വൈബാണ് തന്ത വൈബ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇനി വളരെ കരുതലോടുകൂടെ ജീവിക്കേണ്ട കാലമാണ്. അപ്പം ഞാൻ ആ പരസ്യപ്പലകയിൽ പ്രത്യക്ഷപ്പെട്ട വാക്കാ പറഞ്ഞത്, പുതിയ ഒരു വാക്ക്. ഏത്? മതി തള്ളിയത് എന്നാണ് ആ പരസ്യപ്പലകയിൽ ഉണ്ടായിരുന്നത്. ഞാനൊന്ന് വണ്ടി നിർത്തി സൂക്ഷ്മമായി നോക്കി, ഒരു ക്യൂരിയോസിറ്റിയോടുകൂടെ എന്തായിരിക്കും അത്. അപ്പം അതെന്താ? അത് ഓട്ടോമാറ്റിക് ഗേറ്റിൻ്റെ പരസ്യമാണ്. പുതിയ കമ്പനി, പുതിയ വീടുകളിലൊക്കെ തന്നെ ഓട്ടോമാറ്റിക് ഗേറ്റുകളാണ്. അപ്പോൾ അത് കൃത്യമാണ് ആ ഭാഷ. അതിന് ആ പരസ്യ കമ്പനിക്ക് ഇനി അവിടെ കൊണ്ടുപോയി ടേക്ക് ഔട്ട് ചെയ്യാൻ ഇതിൽ പരം മേത്തരം അല്ലെങ്കിൽ ഭേദമായ ഒരു വാക്ക് വേറെയില്ല. കാരണം ഓട്ടോമാറ്റിക് ഗേറ്റ് അല്ലാത്ത സാധാരണ ഗേറ്റുകളൊക്കെ ഇഞ്ചസ് തുരുമ്പ് പിടിച്ചിട്ട് നിങ്ങൾ നേരം വെളുക്കുമ്പോൾ തള്ളി തുറക്കാൻ, സന്ധ്യയാകുമ്പോൾ തള്ളി അടക്കാൻ, അങ്ങനെ കഷ്ടപ്പെടുന്ന ആളുകളോടാണ് ഈ കമ്പനി പറയുന്നത് മതി തള്ളിയത്. കാരണം ഞങ്ങളെ ഗേറ്റ് നിങ്ങൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ സിരി ഗേറ്റ് തുറക്കും, അലക്സ ഗേറ്റ് അടക്കും. അങ്ങനെയുള്ളൊരു വീടിൻ്റെ ഗാർഹിക അന്തരീക്ഷത്തിൽ വളരുന്ന AI കാലത്തെ പുതിയ ടെക്നോളജി യുഗത്തിലെ തലമുറയെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഖുർആനിലും വൈവിധ്യങ്ങൾ വന്നു. ഇപ്പോൾ തുർക്കിയിൽ പോയപ്പോൾ അവിടുത്തെ ഒരു മ്യൂസിയത്തിൽ കണ്ട ഖുർആൻ ഹെർബൽ ഖുർആനാണ്. ആർഷഭാരത സംസ്കാരത്തിലും ആയുർവേദ സംസ്കാരത്തിലൊക്കെ ഔഷധക്കൂട്ടിൻ്റെ സസ്യങ്ങളെ കടഞ്ഞെടുത്ത് പിഴിഞ്ഞെടുത്തിട്ട് അതിനെ ദ്രാവക രൂപത്തിലാക്കിയിട്ട് അതിൻ്റെ വെള്ളം, അതിൻ്റെ ആ ദ്രവരൂപത്തിലുള്ള വസ്തുക്കളെ മഷിയാക്കി മാറ്റിയിട്ട് ആ മഷി കൊണ്ട് ഖുർആൻ 30 ജുസ്ഉം എഴുതി പൂർത്തീകരിച്ച് അതൊരു ഖുർആനാക്കി മാറ്റുക. അത് ഹെർബൽ ഖുർആനാണ്. എന്ന് പറഞ്ഞാൽ ആയുർവേദ സിദ്ധൌഷധങ്ങളുടെ ഇലകളെ, സസ്യങ്ങളെ പിഴിഞ്ഞെടുത്തിട്ട് അതിനെ മഷിയാക്കിയിട്ട് വിരചിതമായി രചിക്കപ്പെട്ട ഖുർആനാണ് ഹെർബൽ ഖുർആൻ. അതുപോലെ സിൽവർ ഖുർആൻ, ഗോൾഡ് ഖുർആൻ, സ്വർണ്ണലിപികളെ കൊണ്ട് എഴുതപ്പെട്ട ഖുർആൻ, ലോകത്തെ ഏറ്റവും വലിയ ഖുർആൻ, നാനോ ഖുർആൻ, മൈക്രോ ഖുർആൻ, ആൻഡ്രോയിഡ് വേർഷൻ ഓഫ് ഖുർആൻ, സോഫ്റ്റ് കോപ്പി ഓഫ് ഖുർആൻ, ഹാർഡ് കോപ്പി ഓഫ് ഖുർആൻ. നമ്മുടെയൊക്കെ ഫോണിൻ്റെ അകത്ത് ഖുർആൻ്റെ ഒരു ഫോൾഡർ ഉണ്ട്. അതുകൊണ്ട് ഖുർആൻ്റെ സാധ്യത വളരെ വർദ്ധിച്ചിരിക്കാൻ. പക്ഷെ നോക്ക് നിങ്ങൾ, പാരായണം എവിടെയാണ്? സഹാബത്തിൻ്റെ കാലത്ത് ഇതൊന്നുമില്ല. ഹാർഡ് കോപ്പി, സോഫ്റ്റ് കോപ്പി, ആൻഡ്രോയിഡ് വെർഷൻ ഒന്നുമില്ല. അന്ന് എല്ലിൻ്റെ മുകളിലാണ് ഖുർആൻ കൊത്തിവെക്കപ്പെട്ടത്, കല്ലിൻ്റെ മുകളിലാണ്, ഈത്തപ്പനയുടെ മടലോലയുടെ മുകളിലാണ് കൊത്തിവെക്കപ്പെട്ടത്. പക്ഷേ അവർ നിതാന്ത ജാഗ്രതയോടുകൂടെ അനവരതം പാരായണം ചെയ്യാണ്. അവരുടെ അധരങ്ങളൊക്കെ ഖുർആന് കൊണ്ട് വ്യാപൃതമാണ്. എന്ന് നോക്കൂ നിങ്ങൾ, എവിടെയും ഖുർആൻ. നമ്മളെ വീട്ടിൻ്റെ ഷോക്കേസിൽ ഖുർആൻ, കുട്ടികൾക്ക് ഓരോരുത്തർക്കും ഓരോ കോപ്പി ഖുർആൻ, അതിൻ്റെ ഒക്കെ പുറമെയാണ് പോക്കറ്റിലിരിക്കുന്ന മൊബൈൽ ഫോണിൻ്റെ അകത്ത് ഖുർആൻ. ഇത് പാരായണം ചെയ്യാൻ വുളൂവിൻ്റെ ആവശ്യമില്ല. സൗദി അറേബ്യയിൽ ഫത്വ കൊടുത്തൊരു മുഫ്തിയുടെ അടുക്കൽ വന്നാണ്ട് ഒരാൾ ചോദിക്കേണ്ട, ആ മുഫ്തിയോട് ചോദിക്കേണ്ട, എൻ്റെ ഖുർആനിൻ്റെ ഫോൾഡറിൻ്റെ ഉള്ളിൽ, എൻ്റെ മൊബൈലിൻ്റെ ഫോൾഡറിൻ്റെ ഉള്ളിൽ 30 ജുസ് ഖുർആനുണ്ട്. അതുകൊണ്ട് ആ മൊബൈൽ പോക്കറ്റിലിട്ടിട്ട് എനിക്ക് ബാത്റൂമിലേക്ക് പോകാൻ പറ്റുമോ? അപ്പോൾ ആ പണ്ഡിതനോട് മറുപടി പറഞ്ഞത്, അതുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങൾ ആ ഫോൾഡർ ഡിസ്പ്ലേയിൽ ഓപ്പൺ ചെയ്തിട്ട് പോകാൻ പാടില്ല എന്നാ പറഞ്ഞത്. അല്ല, ഖുർആൻ ആ മൊബൈലിൻ്റെ അകത്ത് എവിടെയോ ഖുർആൻ്റെ ഒരു ഫോൾഡർ ഉണ്ട്, എന്നാലും നിങ്ങൾ ആ മൊബൈലും കൊണ്ട് ബാത്റൂമിലേക്ക് പോകാൻ പാടില്ല എന്ന് ഞാൻ പറയുമായിരുന്നെങ്കിൽ 30 ജുസ് ഖുർആൻ മനഃപ്പാടമാക്കിയ ഹാഫിദിനെയും വുളു ഇല്ലാതെ നിങ്ങൾ സ്പർശിക്കരുത് എന്നുകൂടി ഞാൻ അനുബന്ധം കുറിച്ച് പറയുമായിരുന്നു എന്നാണ് ആ പണ്ഡിതൻ കൊടുത്ത മറുപടി. ഇതിലൊരുപാട് കാര്യങ്ങൾ നമുക്ക് ഗ്രഹിച്ചെടുക്കാണ്ട്, ഇതൊക്കെ സുഗ്രാഹ്യമാണ്. അതുകൊണ്ട് ഖുർആൻ നമ്മളെ ഇന്നത്തെ ലോകത്ത് അത്ഭുതപ്പെടുത്താൻ